ദൈവത്തിന് സ്തുതി. കർത്താവിൽ ഏറ്റവും സ്നേഹവും വാത്സല്യമുള്ള ദൈവജനമേ, നമുക്കെല്ലാവർക്കും ഈ സന്ധിയിൽ സന്തോഷത്തോടെ ഈ വചന കൂടാരത്തിൽ വീണ്ടും ഒത്തുചേർന്ന് തിരുവചനം പഠിക്കുന്നതിനും നമ്മെ വിലയിരുത്തുന്നതിനും വീണ്ടും പുതിയ സമർപ്പണത്തോടുകൂടി മടങ്ങിപ്പോകുന്നതിനും ദൈവം അവസരം നൽകിയിരിക്കുന്നതിനെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഒന്ന് രണ്ട് കാര്യങ്ങൾ നാളത്തേത് നമ്മൾ എല്ലാവരും ശ്രദ്ധാപൂർവം കേട്ട് നമ്മുടെ പ്രോഗ്രാം വളരെ അനുഗ്രഹമാക്കണം. അത് നമ്മുടെ പുതിയ 3 തിരുമേനിമാർക്കുമുള്ള ഭദ്രാസനമായിട്ടുള്ള സ്വീകരണം നാളെ 4:30 മണിക്ക് നമ്മൾ ചേർന്ന് സൂക്ഷ്മം 5 മണിക്ക് മുമ്പ് എല്ലാവരും ഈ കൺവെൻഷൻ ഹാളിൽ പ്രവേശിക്കുകയും നമുക്ക് മീറ്റിംഗ് ആരംഭിക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ടല്ലോ. വിശിഷ്ടാതിഥികളെല്ലാം സമയത്തിന് മുമ്പ് തന്നെ വരുന്നത് കൊണ്ട് ഭദ്രാസനത്തിലെ ആവോളം മുഴുവൻ ആളുകളും നാളത്തെ ഈ ശുശ്രൂഷയിൽ സ്വീകരണ മീറ്റിങ്ങിൽ സംബന്ധിക്കണമെന്ന് ഭദ്രാസനത്തിൻ്റെ ചുമതലക്കാർക്ക് വേണ്ടി ദൈവനാമത്തിൽ വളരെ സന്തോഷത്തോടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ആ കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. നമ്മുടെ 1-ാമത്തെ ദിവസം ഈ മുമ്പിൽ ഒരു സ്റ്റുഡൻ്റേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് അത് 10 വർദ്ധിച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഇവിടെ പറയുന്ന കാര്യങ്ങളെല്ലാം ഈ സഭയുടെ അംഗങ്ങളായ നിങ്ങൾ ഗൗരവമായി എടുക്കുന്നു എന്നുള്ളതാണ്. പെൺകുട്ടികളുടെ ഭാഗത്തും നമ്പർ കൂടിയിട്ടുണ്ട്. ഞാൻ 1-2 ദിവസങ്ങളിൽ പറഞ്ഞ കാര്യം ഈ നാളുകളിൽ ഞാൻ വളരെ കൺവിൻസ്ഡായിട്ട് എനിക്ക് തോന്നുന്നത് കൊണ്ട് ആവർത്തിക്കുകയാണ്. അത് ആകമാന സഭയോടുള്ള ഒരു നിർദ്ദേശമായിട്ട് എനിക്ക് തോന്നുന്നു. നമ്മളുടെ അന്ത്യന്യായവിധിയിൽ മാതാപിതാക്കൾ ന്യായവിധിയുടെ മുമ്പിൽ ചോദിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനമായ ചോദ്യം, വാട്ട് ഡിഡ് യു ഡു വിത്ത് മൈ ചിൽഡ്രൻ ഐ ഹാവ് ഇൻട്രസ്റ്റഡ് അപ്പോൺ യു. നിങ്ങളെ പരമേൽപ്പിച്ച എൻ്റെ കുഞ്ഞുങ്ങളെ, ആ കുഞ്ഞുങ്ങളുമായി നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ള ചോദ്യത്തിൻ്റെ വെളിച്ചത്തിലാണ് നമ്മൾ ന്യായവിധിയുടെ മുമ്പിൽ നിൽക്കാൻ പോകുന്നെന്നുള്ള അതിഗൗരവമായ പരമപ്രധാനമായ ഈ ചോദ്യങ്ങൾ നമ്മുടെ സഭ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരും വളരെ ഗൗരവമായി എടുക്കണം. അവിടെ കുർബാനയ്ക്ക് പോയത് കാര്യമോ, പള്ളിയിൽ പോയ കാര്യമോ, ഈ കൺവെൻഷന് വന്നിരുന്ന് ഉറങ്ങിയ കാര്യമോ ഒന്നും ചോദിക്കുകയല്ല. ചോദിക്കാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യം, ലോകത്തിൻ്റെ രക്ഷയ്ക്കായി ലോകത്തിലേക്ക് ദൈവം അയച്ച ദൈവത്തിൻ്റെ മക്കളെ നിങ്ങൾ അവരെ എന്ത് ശീലിപ്പിച്ചു എന്നുള്ള ചോദ്യം വളരെ വളരെ ഗൗരവമായ ചോദ്യമാണ്. നമ്മൾ വളരെ വില കൊടുക്കേണ്ടി വരുന്ന ചോദ്യമാണ്. അത് നിങ്ങളെ ഭീഷണിപ്പെടുത്താനോ എല്ലാ കുട്ടികളെയും നാളെ അമേരിക്കയിൽ പഠിക്കാൻ പോകുന്ന കുട്ടികളെ കൂടെ വിളിച്ചുകൊണ്ടൊന്ന് ഇവിടെ ഇരുത്താനോ അല്ല. പക്ഷേ ഈ ചോദ്യം വളരെ ലാഘവത്തോടുകൂടി നമ്മൾ കാണരുത്. മാതാക്കളായ അമ്മമാർ, സ്ത്രീജനങ്ങൾ ഈ കാര്യം ശ്രദ്ധിക്കണം എന്ന് ഞാൻ സ്നേഹത്തോടുകൂടെ ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ ഓരോ ദിവസവും ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഓരോ വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുകയാണ്. അതൊന്നും ഞാൻ വീണ്ടും ആവർത്തിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് ഇന്ന് നമുക്ക് പരിചിതമായ ഒരു വാക്യം ഞാൻ ആദ്യം വായിക്കാം. നിങ്ങൾ അതിനുശേഷം നമുക്കെല്ലാവർക്കും കൂടെ ചേർന്ന് അത് പറയാം. ഒരു കാണാതെ പഠിക്കുന്ന വാക്യത്തിൽപ്പെടുന്നതല്ലെങ്കിലും നമുക്ക് കാണാതറിയാവുന്ന വാക്യമാണ്. അത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായം 9-ാമത്തെ വാക്യമാണ്. സെന്റ് ലൂക്ക് ചാപ്റ്റർ 19 and verse 9. യേശു അവനോട്, ഇവനും അബ്രഹാമിൻ്റെ മകനാകയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. ഇനി നിങ്ങൾ എൻ്റെ പിന്നാലെ, ഇന്നലെയൊക്കെ ഈ പുരുഷന്മാരുടെ ഭാഗത്ത് നിങ്ങൾ ഭക്ഷണം കഴിക്കാതെ വന്നു എന്ന് തോന്നുന്ന പോലെ ഞരങ്ങിയാണ് പറഞ്ഞത്. ലൗഡർ പ്ലീസ്. നിങ്ങൾക്കെല്ലാവർക്കും സംസാരിക്കാനുള്ള ശക്തിയുണ്ടല്ലോ. നമുക്ക് അങ്ങനെ ശബ്ദം ഉയർത്തി പറഞ്ഞതുകൊണ്ട് എൻ്റെ ശബ്ദം കേട്ടിട്ട് എൻ്റെ അടുത്തിരിക്കുന്നയാൾ ഞാൻ സംസ്കാരശൂന്യനാണല്ലോ എന്നുള്ള തെറ്റിദ്ധാരണ കളഞ്ഞേക്കണം. തിരിച്ചാണ് ഉണ്ടാകുന്നത്. ഇവന് നല്ല ശബ്ദമായിരുന്നല്ലോ, അങ്ങ് പോയോ എന്നുള്ള സംശയം തോന്നത്തുള്ളൂ. അതുകൊണ്ട് എവരിബഡി ഷുഡ് റിപ്പീറ്റ് ആഫ്റ്റർ മീ ഇൻ എ ലൗഡർ വോയിസ്. യേശു അവനോട്, ഇവനും അബ്രഹാമിൻ്റെ മകനാകയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. ഞാൻ ഈ പറയുന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്നെനിക്ക് തന്നെ ഒരു സംശയം
നമ്മുടെ ഇരിപ്പും ഒക്കെ കണ്ടപ്പോൾ തോന്നിയായിരുന്നു. പക്ഷേ എൻ്റെ സംശയം 100% മാറി. ഇന്ന് ഇവിടെ ഇരിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ചുമതലകളാണ് എല്ലാ അച്ഛന്മാരും വഹിക്കുന്നത്. ഒരാൾ എന്നോട് ചോദിച്ചു, തിരുമേനി, ഈ പറയുന്നതൊക്കെ പ്രാവർത്തികമാകാൻ ഒക്കുമോ? എങ്കിലും ഒരു സന്തോഷം എനിക്ക് തിരുമേനിയോട് പറയാനുണ്ട്. ഈ പറയുന്നത് എന്നെ വല്ലാതെ സമ്മർദ്ദത്തിലാക്കുന്നു. അതെനിക്ക് നന്മയായി തീരും എന്നെനിക്ക് തോന്നുന്നു. 100% റിസൾട്ടാണ്. ഈ പറയുന്നതെല്ലാം നടക്കുമോ? ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛോ, അതിന് കൃത്യമായ ഉത്തരം പറയാൻ എനിക്ക് അറിയാൻ പാടില്ല. പക്ഷേ ഞാനൊരു സംഭവം അച്ഛനോട് പറയാം. 2ാം ക്രിസ്തു എന്നറിയപ്പെടുന്ന ആളാണ് ഫ്രാൻസിസ് ഓഫ് അസീസി എന്ന വിശുദ്ധൻ. ഫ്രാൻസിസ് ഒരു ചെറുപ്പകാലത്ത് അദ്ദേഹം പള്ളിയിൽ പോയി ഇങ്ങനെ ഈ കുഞ്ഞുങ്ങളിരിക്കുന്നത് പോലെ ഇരിക്കും. കുറച്ചുകൂടി പ്രായമായി. അദ്ദേഹം ഓരോ പ്രസംഗവും ഇങ്ങനെ ശ്രദ്ധാപൂർവം കേൾക്കും. പല പ്രസംഗങ്ങളും അദ്ദേഹത്തെ വല്ലാതെ ആലോചനാ നിമഗ്നനാക്കി. ഒരു ദിവസം അച്ഛൻ പ്രസംഗിക്കുന്നു, ആരെങ്കിലും എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കണം. പിന്നൊരു ദിവസം ചെന്നപ്പോൾ സമാനമായ മറ്റൊരു വാക്യം. മറ്റൊരു ദിവസം പറഞ്ഞു, ധനികനായ മനുഷ്യനെക്കുറിച്ച് അന്ന് വിഹാരിയച്ഛൻ പ്രസംഗിച്ചു, നീ നിൻ്റെതെല്ലാം വിറ്റ് എൻ്റെ പിന്നാലെ വരണം. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും അവൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം? ഈ ചെറുപ്പക്കാരനെ വല്ലാതെ ഈ നിരന്തരമായ പ്രസംഗങ്ങൾ മതിച്ചു. ഈ പറഞ്ഞ ധനവാന്റെ പ്രസംഗം കേട്ടയന്ന്, പ്രസംഗം കഴിഞ്ഞ് ആരാധനയും കഴിഞ്ഞ് ഫ്രാൻസിസ് എന്ന ഈ ചെറുപ്പക്കാരൻ അന്ന് പ്രസംഗിച്ച, കുർബാന അനുഷ്ഠിച്ച വയോധികനായ അച്ഛൻ്റെ അടുത്ത് ചെന്നു. അച്ഛൻ്റെ അടുത്ത് ചെന്നിട്ട് അപ്പോൾ അച്ഛൻ ഈ കുർബാന വസ്ത്രമൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം അച്ഛനോട് ചോദിച്ചു, ഫാദറെ, ഈ സുവിശേഷമൊക്കെ ഈ നാടുകളിൽ ഞാൻ കേൾക്കുന്നു, ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ കൊള്ളാം എന്നാണോ ഈ സുവിശേഷം പറയുന്നത്? ഇങ്ങനെ ജീവിച്ച് പറ്റൂ എന്നാണോ ഈ സുവിശേഷം പറയുന്നത്? ആ വയോധികനായ വൈദികൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകി. ആ വൈദികൻ പറഞ്ഞു, കുഞ്ഞെ, ഇങ്ങനെ ജീവിച്ച് പറ്റുകയുള്ളൂ. എന്നാൽ നിന്റെ മുമ്പിൽ ഞാനൊരു കുമ്പസാരം നടത്തട്ടെ? എനിക്കങ്ങനെ പറ്റുന്നില്ല. അതിൽ ഞാൻ ദുഃഖിതനാണ്. ആ വൈദികൻ്റെ കൈമുത്തി അവിടുന്ന് ഇറങ്ങിയതാണ് ഫ്രാൻസിസ്. ആ മനുഷ്യനെയാണ് 2ാം ക്രിസ്തു എന്ന് പറയുന്ന ഈ വലിയ ഭക്തനായ വിശുദ്ധനായ ഫ്രാൻസിസ് ഓഫ് അസീസി. ഇവിടെ ഇരിക്കുന്ന സർവ്വജനവുമേ, നിങ്ങളോട് ഇന്ന് സന്ധിയിൽ എനിക്ക് ഓർമ്മിപ്പിക്കാനായിട്ടുള്ളത്, ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ കൊള്ളാം, കുറേയൊക്കെ നന്മ ചെയ്താൽ കൊള്ളാം എന്നുള്ളത് അല്ല വിഷയം. ഇങ്ങനെ മാത്രമേ ജീവിക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെ പറ്റണമെന്ന് ആഗ്രഹിച്ചാലും അങ്ങനെ ജീവിക്കാൻ, അത് സാധ്യമാക്കാൻ സർവശക്തനായ ദൈവം നമ്മളോട് കൂടെയുണ്ട് എന്നുള്ള ഉറപ്പ് ആണ് നമുക്ക് വേണ്ടുന്നത്. ഞാൻ ആവർത്തിക്കുന്നതൊക്കെ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. നമ്മുടെ ആത്മീയത കാലാന്തരങ്ങളായി നമ്മളെ കളിപ്പിക്കാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും നമ്മുടെ കാര്യങ്ങൾ സാധിച്ച് ഈ ലോകത്തിൽ സ്വർഗീയമായി ജീവിക്കണം, മരണശേഷം സ്വർഗത്തിലെത്തണമെന്നുള്ള വളരെ മ്ലേച്ഛവും വേദപുസ്തകവുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത ആത്മീയതയിൽ നമ്മൾ അഭിരമിച്ചാൽ നമ്മുടെ ആയുസ്സ് ഈ ലോകത്തിൽ തന്നെ അർത്ഥരഹിതമാകും. വരും ലോകം നമ്മൾ പറയുന്ന സ്വർഗരാജ്യം അത് നീതിയുടെ രാജ്യമാണ്, അത് ദൈവത്തിൻ്റെ രാജ്യമാണ്. അതിലെത്തുന്നതിന് പ്രയാസമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് വീണ്ടും സംസാരിക്കുന്നില്ല. ഇന്ന് നമ്മൾ വായിച്ചത് യേശു സക്കായിയോട് പറഞ്ഞ വാക്കാണ്, ഇവനും അബ്രഹാമിൻ്റെ മകനാകൊണ്ട് ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും പേര് പറയാൻ സമയമില്ലാത്തതുകൊണ്ടും എല്ലാവരുടെയും പേര് എനിക്കറിയാത്തതുകൊണ്ടും നിങ്ങൾ ഓരോരുത്തരും ഞാൻ പറയുന്നത് റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല, മനസ്സിനോട് പറയണം. ഞാൻ ഒന്നാമതിരിക്കുന്ന ഇന്ന് ആ പാഠം രാവിലെ വായിച്ച് ആ വനിത, രണ്ടാമത് നമ്മുടെ അമ്മച്ചി ഞാനിങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു, പുറയിലിരിക്കുകയായിരുന്നു, പിന്നാണ് മുമ്പിൽ വന്നത്. ആ അമ്മച്ചി ഇല്ലെങ്കിൽ എനിക്കിവിടെ പ്രസംഗിക്കാൻ ഒക്കുകയില്ല. അതുപോലെ
ഞാൻ സംസാരിച്ചിട്ടില്ലെങ്കിലും അമ്മച്ചിയുമായിട്ട് ഒരു വലിയ സ്നേഹബന്ധമായി കഴിഞ്ഞു. ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും അലക്സച്ചനാണ് ആദ്യം ഇരിക്കുന്നത്. നമ്മൾ എല്ലാവരും മനസ്സുകൊണ്ട് പറയുക, അലക്സ് അച്ഛാ, നിൻ്റെ വീടിന് രക്ഷ വന്നിരിക്കുന്നു. ഓരോരുത്തരും പറയണം, നിൻ്റെ വീടിന് എപ്പോഴാണ് രക്ഷ വരുമെന്ന് യേശു പറഞ്ഞു? ചുമ്മാ അവിടെ നിൻ്റെ വീട് രക്ഷപ്പെട്ടു അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. ഇവനും ഒന്ന് പറഞ്ഞ്, ഇവനും അബ്രഹാമിൻ്റെ മകനാകൊണ്ട് ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. അബ്രഹാമിൻ്റെ മകനാകുക എന്നുള്ളതിന് യഹൂദ റബിമാർ കൃത്യമായി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും 4 കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ എഴുതാനൊന്നും പോണ്ട, മനസ്സിലിരുന്നാണ്. ഒന്നാമത്തത്, അബ്രഹാമിനെ പോലെ പ്രതീക്ഷ കൈവിടാതെ ദൈവ കൽപ്പനകൾ കണിശമായി പ്രമാണിക്കണം. ഒബേ ദി കമാൻഡ്മെൻറ്റ്സ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ കൽപ്പന പൂർണ്ണമായിട്ട് നമ്മൾ അനുസരിക്കണം. ലോകത്തിൻ്റെ ഉപദേശങ്ങളും ലോകത്തിൻ്റെ കൽപ്പനയുമല്ല, ദൈവത്തിൻ്റെ കൽപ്പന പൂർണ്ണമായി. ആ കൽപ്പനകളെക്കുറിച്ചൊന്നും ഇവിടെ വിശദീകരിക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് മനസ്സിലാവും. 2, അബ്രഹാം സഹോദരനായ ലോത്തിന് നിരുപാധികം ഭൂമി വിട്ടു നൽകിയതുപോലെ തനിക്ക് അവകാശപ്പെട്ടത് ദൈവസ്നേഹത്തെ പ്രതി സഹോദരന് വിട്ടു നൽകുമ്പോൾ അവൻ അബ്രഹാമിൻ്റെ മകനാവും. വിട്ടുപോകരുത്, മറന്നു പോകരുത്. അബ്രഹാം സഹോദരൻ ലോത്തിന്. ഈ ലോത്ത് ഒരു ഉഴപ്പനായിരുന്നു എന്നാണ് ഇതൊക്കെ പഠിക്കുന്ന ആളുകൾ പറയുന്നത്. ഒന്ന് കഞ്ഞി വെച്ചാൽ കുടിക്കാം, വീട് വെച്ചാൽ കയറി കിടക്കാം, ഇങ്ങനെ ഒരു അബ്രഹാം കഠിനാധ്വാനിയാണ്. നിങ്ങൾക്കറിയാമോ, യോർദാൻ താഴ്വര 1.25 ലക്ഷം ഏക്കർ ഭൂമിയാണ് ഏദൻ തോട്ടത്തെ പോലെ കഠിനാധ്വാനത്തിലൂടെ വിളയിച്ചെടുത്തത്. ഒരു ദിവസം ഈ ലോത്തിൻ്റെ ഭാര്യ പറഞ്ഞ്, ഇയാൾ എന്തിനാ ഇങ്ങനെ നടക്കുന്നത്? ചില ഭാര്യമാരങ്ങനെയാണ്, അതാണ്ട് നോക്ക അയാളെ എന്ന് പറഞ്ഞ് പ്രേരിപ്പിച്ചു. എന്നിട്ട് ലോത്ത് അബ്രഹാമിനോട് പറഞ്ഞു, ചേട്ടായി, എനിക്ക് തരാനൊക്കെ ഉള്ളത് ഇങ്ങ് തന്നാൽ ഞങ്ങളതൊക്കെ നോക്കി പറയും. അപ്പോൾ അബ്രഹാം പറഞ്ഞു, അതിനെന്നാടാ പ്രയാസം? ഇതൊക്കെ ഈ തൽമൂദിലുള്ള കാര്യങ്ങളാണ്. നാളെ രാവിലെ ആട്ടടാ, നമുക്കിരുന്ന് നിനക്ക്. അപ്പോൾ ചോദിച്ചു പിറ്റേന്ന്, നിനക്ക് ഏതാ വേണ്ടുന്നത്? ഈ ലോത്തിന് ചോദിക്കണമെന്നുണ്ട് ഈ വിളഞ്ഞു കിടക്കുന്ന ഈ താഴ്വര. എങ്കിലും ഒരു സാമാന്യ മര്യാദ വേണ്ടേ, അതുകൊണ്ട് മിണ്ടാതിരുന്നു. അപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു, കയറി പറയടൂ, താനിങ്ങനെ അവയുടെ ചെവിയിലോട്ട്. അബ്രഹാം പറഞ്ഞു, അതിനെന്നാടാ നീ എടുത്തു, കുഞ്ഞുകളിയല്ല, 1.25 ലക്ഷം ഏക്കർ കനകം വിളഞ്ഞു കിടക്കുന്ന ഭൂമി സഹോദരൻ്റെ മകന് വേണ്ടി ഒരു പ്രയാസമില്ലാതെ എഴുതി കൊടുക്കുക. ഇവൻ അബ്രഹാമിൻ്റെ മകനാണ്. സ്നേഹിതരെ, ക്രിസ്തീയ ജീവിതം ദയവ് ചെയ്ത് ഉപ്പാപ്പൻ കളിയായിട്ടൊന്നും നമ്മൾ ധരിക്കരുത്. അതെങ്ങനെ നമുക്ക് ദൈവത്തെ ബട്ടറടിച്ചോ സഹോദരനെ ഒന്നും ഒക്കുകയല്ല. അബ്രഹാം സഹോദരനായ ലോത്തിന് നിരുപാധികം ഭൂമി വിട്ടു നൽകിയതുപോലെ തനിക്ക് അവകാശപ്പെട്ടതും ദൈവസ്നേഹത്തെപ്പറ്റി സഹോദരന്മാർക്ക് വിട്ടു നൽകുമ്പോൾ നീ അബ്രഹാമിൻ്റെ മകനാകും, മകളാകും. ആ വീടിന് രക്ഷ ഉണ്ടാകുമോ? സംശയം വേണ്ട, ഉണ്ടാകുക തന്നെ ചെയ്യും, ഉണ്ടാകുക തന്നെ. 3, മകനെ ബലി നൽകുവാൻ സന്നദ്ധനായ അബ്രഹാം പോലെ പ്രിയപ്പെട്ടവയെ ദൈവസ്നേഹത്തെ പ്രതി ഉപേക്ഷിക്കുവാൻ സന്നദ്ധരാകുമ്പോൾ നമ്മൾ അബ്രഹാമിൻ്റെ പുത്രന്മാരും പുത്രിമാരുമാകും. നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. 4, ഒരുവൻ്റെ സമ്പത്ത്, യഥാർത്ഥ സമ്പത്ത് ദൈവമാണെന്ന തിരിച്ചറിവും ദൈവത്തെ മറന്ന് ഒന്നും സമ്പാദിക്കുകയില്ല എന്നുള്ള നിർബന്ധ ബുദ്ധിയുള്ള ആളുകളായിത്തീരും. നിർമ്മിത ബുദ്ധിയല്ല, നിർബന്ധ ബുദ്ധി ഉള്ളവരാകുമ്പോൾ നമ്മൾ അബ്രഹാമിൻ്റെ പുത്രിമാരും ആകും. ദൈവജനമേ, പ്രഥമ ദൃഷ്ടിയ ഇതൊക്കെ കേൾക്കുമ്പോൾ പ്രയാസമാണെന്ന് തോന്നും. 3 ദിവസത്തെ റിവൈവൽ മീറ്റിങ്ങിൽ വളരെ കൃത്യമായും വ്യക്തമായും ഒരു ശിശുവപ്പിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും മനസ്സിലാകുന്ന ഭാഷയിൽ നമ്മുടെ മോത്തിയച്ചൻ ഇവിടെ നമ്മളെ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്. പഠിപ്പിച്ച അദ്ദേഹത്തിൻ്റെ പോയിൻ്റല്ല, അപ്പോസ്തല പ്രവൃത്തികളിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്ന് നമ്മൾ ശക്തി പ്രാപിക്കുമ്പോൾ നമുക്ക് സാധിക്കുന്ന കാര്യങ്ങളിൽ നിസ്സാരപ്പെട്ട കാര്യങ്ങളാണ് ഇതെല്ലാം. ഇതിനേക്കാൾ വലിയ കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്, നിസ്സാര കാര്യങ്ങൾ. ഞാനിനി ഒരു ചോദ്യം ചോദിച്ച് അവസാനിപ്പിക്കാം. ഇവിടെ ഇരിക്കുന്ന സ്ത്രീകളോട് ആണ് ആദ്യം. നിങ്ങൾ നല്ലവരായതുകൊണ്ടാണ് നിങ്ങളോട് ചോദിക്കുന്നത്. ഇങ്ങനെയൊക്കെ ജീവിക്കാൻ നമ്മൾ പരിശ്രമിക്കണ്ടേ? വേണ്ട, വേണം. ഇങ്ങനെയൊക്കെ ജീവിക്കാൻ നമ്മൾ അരയും തലയും മുറുക്കി അങ്ങ് ഇറങ്ങിയാൽ സാധിക്കുകയില്ലേ? അവിടെ ഇരിക്കുന്ന സ്ത്രീകൾ ഈ തൽമൂദിൽ പറയുന്ന അബ്രഹാമിൻ്റെ പുത്രത്വത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഈ 4 കാര്യങ്ങൾ
അത്ര എളുപ്പമാണോ നമ്മുടെ യുക്തി കൊണ്ട് ജീവിക്കാൻ? അവിടെ ഇരിക്കുന്ന പുരുഷന്മാർ, നിങ്ങൾക്ക് കേൾക്കത്തില്ലേ അവിടെ ഇരിക്കുന്നത്? ആ കണ്ണാടി വെച്ച ആള്. എന്നാൽ നമുക്ക് ഉദാഹരണത്തിന് വെറുതെ അങ്ങ് സ്വീകരിച്ചാൽ മതി, നിർത്താം. ഒരു 40 വളയുള്ള ഒരു സ്ത്രീ എന്ന് വിചാരിക്കുക. ഞാൻ വള ശേഖരിക്കാൻ വന്നതല്ല ഇവിടെ. ഈ 40 വള എൻ്റേതായി സ്വന്തമായിട്ട് വെച്ച് ഇവിടെ നമ്മുടെ ഷിബു അച്ഛൻ പറഞ്ഞു 2 ലക്ഷം രൂപ കൊടുത്താൽ ഒരു കുട്ടിയെ നമുക്ക് നേഴ്സിങ്ങിന് വിടാം. ഈ 40 വളയിൽ 10 വള കയ്യിലിട്ട് ഈ 30 വള ആരുടെയെങ്കിലും മക്കളെ പഠിപ്പിക്കാൻ ശ്രമിച്ച് ഒരു 15 കുട്ടികൾ പഠിച്ചു എന്ന് ഇരിക്കട്ടെ, വിചാരിച്ചാൽ മതി, ഇന്ന് ചെയ്യണ്ട. 50 വളയിട്ട് നരകത്തിൽ പോകുന്നതാണോ 10 വളയിട്ട് സ്വർഗത്തിൽ പോകുന്നതാണോ നല്ലത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒരു ഉത്തരം പറഞ്ഞ് എന്നെ ഒന്ന് രക്ഷിക്കുക. ആ ഫ്ലോറൻസ് നൈറ്റിംഗേൾ ഷാർജയിൽ നിന്ന് വന്നത് ശരിയല്ലേ പറഞ്ഞത്? ആണ്. സ്നേഹിതരെ, നമ്മൾ ചിന്തിക്കാൻ അനുവദിക്കാത്ത, നമ്മളെ നശിപ്പിക്കുന്ന ഒരു ശക്തിയുണ്ട്. അവൻ്റെ പേര് ഞാൻ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. എന്താണ്? സാത്താൻ. ഇപ്പോൾ ഞാൻ ഈ പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന പുരുഷന്മാരുടെ 27.9% വഴിയിൽ ഇതൊക്കെ ഇയാൾക്ക് അവിടെ ഇരുന്ന് പറഞ്ഞാൽ മതിയല്ലോ, ഇയാളെ ഞങ്ങൾക്കറിയാം എന്ന് നിങ്ങളുടെ ആരുടെയെങ്കിലും മനസ്സിൽ തോന്നാൻ നിങ്ങൾ സംശയിക്കേണ്ട. നിങ്ങളുടെ കൊങ്ങായിക്ക് അവൻ പിടിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളെല്ലാം നല്ലതാണ്. ഈ നല്ലവരായി നിങ്ങളെ നശിപ്പിക്കാൻ അലറിയ സിംഹം പോലെ നടക്കുന്നവനെ നിങ്ങൾ പറയണം. ആദ്യ ദിവസം പറഞ്ഞു, ഗെറ്റ് ബിഹൈൻഡ് മീ സൈറ്റൻ. സാത്താനെ നിന്റെ പണിക്ക് പോക്കോണം, ഇങ്ങോട്ട് ഒക്കുകയല്ല. നിങ്ങളും ഞാനും രക്ഷപ്പെടും. സാത്താൻ പറയുന്നതാണ്, അവൻ പറയുന്നതിലും കാര്യമില്ലേ, ഉണ്ട് എന്നൊക്കെ നമ്മളെ ധരിപ്പിച്ച് നമ്മളെ ഈ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി മരുഭൂമിയിൽ നശിപ്പിക്കാനിടയാകരുത്. അതുകൊണ്ട് ഇന്ന് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കണം. അവസാനമായിട്ട് കുറേ നേരം കൊണ്ട് പറയുന്ന ഒരു കാര്യം, ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞു നമ്മളെല്ലാവരും നമ്മുടെ ചരമപ്രസംഗം എഴുതണമെന്ന്. എത്ര പേര് എഴുതിയെന്ന് ഞാൻ ചോദിക്കുന്നില്ല, പേടിച്ചാണ് നിങ്ങളിൽ പലരും എഴുതാത്തത്. നാളെ തട്ടുകയാണ്. എന്നാൽ നമ്മുടെ KYAയൊക്കെ വെച്ച് ഇന്നലെ രാത്രി 12 മണിക്ക് മുമ്പ് എനിക്കൊരു വാട്സാപ്പ് ഫോർവേഡ് ചെയ്തു. ഈ ഓൺലൈനിൽ ഇത് കേട്ട ഇവിടുന്ന് എന്നാ പറയുന്നത്, ഒരു മധ്യവയസ്കയായിട്ടുള്ള സ്ത്രീ അവരുടെ അമ്മയെക്കുറിച്ച് ഒരു നല്ല പ്രസംഗം എഴുതി ഇവിടെ അയച്ചിട്ടുണ്ട്. 100% വിജയം. ഇതിലൊന്നും എല്ലാവരും ഒന്നും എഴുതണമെന്നില്ല, മനസ്സിലായോ? പേടിച്ചിരിക്കുന്നവരെ നിങ്ങൾ ഒരു കാര്യം ഓർക്കുക, മരിക്കും, അത് ഉറപ്പാണല്ലോ. പുരുഷന്മാരെ, എത്ര വയസ്സ് വരെയാണ് നിങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്നത്? ദൈവത്തിന് വേണ്ടി ഞാൻ പറഞ്ഞത്, ഇന്നലെ പറഞ്ഞത്. ഇന്നലെ വന്നില്ലായിരിക്കും. എത്ര എന്നാ പറഞ്ഞേ? 110. പോരായോ? ഇന്നത്തെ ഈ പ്രസംഗം വലിയ പണ്ഡിതയാണ്, മനസ്സിലായോ? 110. എന്തിനാ ഈ 110നൊക്കെ പോകുന്നത്? ഒരു 115 ആകുമ്പോൾ പൊക്കോണം. ഇവിടെ ഈ ലോകത്തിന് വേറെ ആളുകൾക്കും വരണ്ടേ? അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുക. ടേക്ക് ക്രിസ്ത്യൻ ലൈഫ് വെരി വെരി സീരിയസ്ലി. നമ്മുടെ ഈ ആയുസ് നഷ്ടപ്പെടുത്തരുത്. അത്ഭുതങ്ങൾ ചെയ്യാവുന്നിരിക്കെ, ഇവരെല്ലാം ഇന്ന് ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമുക്ക് വിശുദ്ധരാകാവുന്നിരിക്കെ, അശുദ്ധരായി ഈ ലോകത്തിൽ അവസാനിക്കാനല്ല, വിശുദ്ധിയിൽ മാലാഖമാരെ പോലെ പറന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ എത്തേണ്ടുന്ന മടക്കയാത്രയുടെ അംഗങ്ങളായ ദൈവജനമേ, നമുക്ക് പ്രത്യാശയോടുകൂടി നമ്മുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകണം. നമ്മൾ ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രം ചെയ്യുവാൻ സാധിക്കണം. അതുകൊണ്ട് നാളെ മുതൽ ഈ കാര്യങ്ങൾ എല്ലാ ദിവസവും രാവിലെ നിങ്ങൾ മനനം ചെയ്യണം. ഈ 4 കാര്യങ്ങൾ ആരെങ്കിലും മറന്നു പോയെങ്കിൽ ഇതിൻ്റെ കൺവീനർ അച്ഛനോട് പറഞ്ഞാൽ മതി. ഞാൻ അച്ഛൻ്റെ കയ്യിൽ ഈ നോട്ട് കൊടുത്തേക്കാം. ഈ അബ്രഹാമിൻ്റെ പുത്രത്വത്തിൻ്റെ പദവിയിലേക്ക് പ്രവേശിക്കുന്നതിന് ബാബിലോണിയൻ തൽമൂദിൽ അവർ നിഷ്കർഷിച്ചിട്ടുള്ള 4 കാര്യങ്ങൾ. ഇനി ആ നോട്ട് കിട്ടാഞ്ഞത് കൊണ്ടാണ് ഞങ്ങൾ രക്ഷപ്പെടാത്തതെന്ന് ഒരൊറ്റ പുരുഷന്മാർ പറഞ്ഞേക്കരുത്. നോട്ട് ഈസ് അവൈലബിൾ. അത് ചോദിച്ചാൽ ബോധപൂർവ്വം എഴുതാൻ അനുവദിക്കാത്തത് നിങ്ങളിതൊക്കെ സീരിയസ് ആണോ എന്ന് അറിയാനുള്ള ചില നൊട്ടിലൊടുക്ക് പണി എൻ്റെ കയ്യിലും ഉണ്ടല്ലോ. അതിനു വേണ്ടിയാണ്. നിങ്ങളുടെ ചോദ്യത്തെ ആശ്രയിച്ചിരിക്കും. അതുകൊണ്ട് ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്നതാണ് രക്ഷയുടെ അടിസ്ഥാനമെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ദൈവം നമ്മളെ വഴി നടത്തട്ടെ. നന്മയുടെ പാതയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇപ്പോൾ പാട്ട് പാടുന്നതും സ്തോത്ര കാഴ്ച സ്വീകരിക്കുന്നതുമാണ്. അതിനുശേഷം ഇവാഞ്ചലിസ്റ്റ് ബിജു പി ജോർജ് പാഠം വായിക്കും. അതിനുശേഷം ഇന്നത്തെ മുഖ്യ പ്രഭാഷണം
ശ്രീമതി പ്രീന മാത്യു അവിടെ കോളേജിലെ പ്രൊഫസറാണ്, വലിയ പണ്ഡിതയാണ്. അപ്പോൾ കഴിഞ്ഞ ആണ്ടിൽ ഇവിടെ വന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് കേട്ടപ്പോൾ തന്നെ കഴിഞ്ഞ ആണ്ടിലെ ബുക്ക് ചെയ്തിരിക്കുകയാണ് ഇവിടെ വരേണ്ടത്. അതൊക്കെ സന്തോഷമുള്ള കാര്യമാണ്. ശ്രദ്ധാപൂർവം കേട്ട് നമുക്ക് ദൈവവചനത്തിൽ കൂടുതൽ ധനികരായിത്തീരുന്നതിന് ദൈവം സഹായിക്കട്ടെ. പാട്ട് ആരംഭിക്കും.